തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ പേരാമംഗലത്തുള്ള തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രത്തിൻ്റെ ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ആനകളിൽ ഉയരം കൂടിയ ആന, ഏഷ്യയിലെ ഉയരം കൂടിയ ആനയാണെന്നും പറയപ്പെടുന്നു. ബീഹാറാണ് രാമചന്ദ്രൻ്റെ സ്വദേശം. 1964 ജനിച്ച ആനയെ ബീഹാറിലെ ആനച്ചന്തയിൽ നിന്നും തൃശ്ശൂരിലെ വെങ്കിടാദ്രിസ്വാമി വാങ്ങുമ്പോൾ മോട്ടി പ്രസാദ് എന്നായിരുന്നു ഈ ആനയുടെ പേര്. പിന്നീട് വെങ്കിടാദ്രിസ്വാമി ആനയ്ക്ക് ഗണേശൻ എന്ന പേരിട്ടു. 1984 പേരാമംഗലം തെച്ചിക്കോട്ടുകാവ് ഈ ആനയെ വാങ്ങി. ഭഗവതിയുടെ നടക്കിരുത്തി രാമചന്ദ്രൻ എന്ന പേര് നൽകി. വിരിഞ്ഞ മസ്തകം, കൊഴുത്തുരുണ്ട നീണ്ട ഉടൽ, ഉറച്ച കാലുകൾ, ലക്ഷണമൊത്ത 18 നഖങ്ങൾ, നിലം മുട്ടും തുമ്പിക്കൈ. ഇങ്ങനെ പ്രത്യേകതകൾ ഏറെയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്. മറ്റേതാനകൾക്കു മുകളിൽ തല ഉയർത്തി നിൽക്കുന്ന രാമചന്ദ്രനെ ഉത്സവങ്ങളിലേക്ക് എത്തിക്കാൻ മത്സരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക ഉത്സവങ്ങളിലും എഴുന്നള്ളിച്ച ഒരാന കൂടിയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഗജകേസരി, ഗജസാമ്രാട്ട്, ഗജചക്രവർത്തി തുടങ്ങി ഒട്ടേറെ ബഹുമതികളും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് ലഭിച്ചിട്ടുണ്ട്. ഏകഛത്രാധിപതി പട്ടം ലഭിച്ച കേരളത്തിലെ ഒരേ ഒരു ആന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ്. സൽകീർത്തിയും ദുർകീർത്തിയും ഒരുപോലെ അനുഭവിച്ച ഒരു ആന കൂടിയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഒരുപക്ഷെ എഴുന്നള്ളിപ്പുകളിൽ നിന്ന് കൂടുതൽ തവണ വിലക്ക് നേരിട്ട ആനയും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായിരിക്കാം. ഒരു കാലത്ത് കൊലയാളി ആന എന്ന പേരിലാണ് രാമചന്ദ്രൻ അറിയപ്പെട്ടിരുന്നതെങ്കിൽ ഇന്ന് ആന കേരളത്തിൻ്റെ അഭിമാനമായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉയർന്നിരിക്കുന്നു. പങ്കെടുത്ത ഒട്ടുമിക്ക തലപൊക്കൽ മത്സരങ്ങളിലും എതിരാളികളെ തൻ്റെ കീഴിലാക്കി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ മഹാമേരു പോലെ തല ഉയർത്തി നിന്നു. ആനപ്രേമികൾക്കിടയിൽ പറഞ്ഞാൽ തീരാത്ത രാമചരിതവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.